നമ്മൾ മറ്റുള്ളവരെ നോക്കി ജീവിച്ചാൽ നമ്മൾ സ്വയം ജീവിക്കാനായിട്ട് മറന്നു പോകും അല്ലേ? ഹായ് ഓൾ, ഞാൻ അഖില ചന്ദ്രൻ, ഹോളിസ്റ്റിക് ലൈഫ് കോച്ച്, ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് അഖിലാസ് ഹോളിസ്റ്റിക് ലൈഫ് ഫൗണ്ടേഷൻ. നമ്മൾ പലപ്പോഴും എന്താണ് ചെയ്യുന്നത്? അവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് പറയും, അയ്യോ അവരെന്നെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കില്ലേ എന്നൊക്കെ ഓർത്ത് നമ്മളിങ്ങനെ ഒരു കാര്യവും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കും അല്ലേ? സത്യം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ, അതായത് ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ആരും ആരെക്കുറിച്ചും കൂടുതൽ സമയമൊന്നും ചിന്തിച്ചിരിക്കാൻ പോകുന്നില്ല. ഇനി അവർ ചിന്തിച്ചാൽ തന്നെ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജീവിതമാണ് അല്ലേ? അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് ആലോചിക്കുന്ന ആ സമയം കൂടെ നമ്മൾ നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് എങ്ങനെ കൂട്ടാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മളിൽ തന്നെ നമ്മൾ വാല്യൂ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മളോട് ഒരു വാല്യൂ തോന്നുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് ഒരു വാല്യൂവും തരാൻ പോകുന്നില്ല. നമ്മളങ്ങനെ വാല്യൂ ആഡ് ചെയ്യാത്തിടത്തോളം കാലം ലോകം നമ്മളെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട്? അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഫോക്കസ് ഓൺ യുവർ സെൽഫ് എന്നുള്ളതാണ്. എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സെൽഫിഷ് ആവുക എന്നുള്ളതല്ല, പക്ഷെ നമ്മളെപ്പോഴും എന്താ പറയുക, നമ്മുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ആരെയും ഒന്നും പ്രൂവ് ചെയ്യാൻ പോകേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, കാരണം നമ്മുടെ ഗ്രോത്ത് തന്നെ ഒരു വലിയ പ്രൂഫാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സ്വയം വളരണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റർ എന്ന പേരിൽ നമ്മളൊരു ലൈവ് സീരീസ് ചെയ്തു വരുന്നുണ്ട്. 1ഉം 2ഉം ഭാഗങ്ങൾ കഴിഞ്ഞു. 3ാമത്തെ ഭാഗം 24-ാം തീയതി, അതായത് നാളെ ഉച്ചയ്ക്ക് 2:30 ലൈവിൽ ഉണ്ടായിരിക്കും. കോൺഫിഡൻസ് ബൂസ്റ്റർ എന്ന പേരിൽ തീർച്ചയായിട്ടും നിങ്ങളതിൽ പങ്കെടുക്കുക. ഇനി 1ഉം 2ഉം കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. അങ്ങനെ നമ്മുടെ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു മസിൽ പോലെയാണ്. നമുക്കതിനെ ട്രെയിൻ ചെയ്തിട്ട് നമുക്കതിനെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ആരും കോൺഫിഡൻസോടുകൂടെ അല്ല എന്താ പറയുക, പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പതിയെ ചെയ്ത് വരുമ്പോൾ അവരിലേക്ക് കോൺഫിഡൻസ് കൂടി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും പിന്നെ ലൈവ് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രസീവ് കമ്മ്യൂണിറ്റി എന്നൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് നമുക്ക്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫ്രീ ക്ലാസ്സുകളും അതുപോലെ ഡെയിലി ടിപ്സുകളും ലഭിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ലിങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ അഖിലാസിൻ്റെ ഇൻഡിവിജ്വൽ സെഷൻസും ഗ്രൂപ്പ് സെഷൻസും ലൈഫ് കോച്ചിങ് സെഷൻസ് അവൈലബിൾ ആണ്. ഓരോ ദിവസവും നമ്മുടെ പാർട്ടിസിപ്പൻസിൻ്റെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായ മാറ്റങ്ങളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ പല കാര്യങ്ങളും നമ്മുടെ പോസ്റ്റായിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് 2026 നല്ലൊരു ഭാഗ്യവർഷമാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ സെഷനോ ഗ്രൂപ്പ് സെഷനോ രണ്ടും കൂടെയോ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുക എന്നുള്ളതാണ്. ഫോക്കസ് ഓൺ യുവർ സെൽഫ്. താങ്ക് യു.